ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ആറ്റൂർ അറഫ സ്കൂളിൽ KG വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ KG പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ലൂമിനറിസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം വടക്കാഞ്ചേരി ജോയിന്റ് RTO അഫ്സൽ അലി ഉദ്ഘാടനം ചെയ്തു. തലവേദന എടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദിവസവും അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു, പക്ഷെ കുറയുന്നില്ല, പാരലായിട്ട് തുടരുകയാണ്. പക്ഷെ വികസിച്ച രാഷ്ട്രങ്ങളിൽ, ഈ പറഞ്ഞ മറ്റേ രാഷ്ട്രങ്ങളിൽ അപകടങ്ങളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മുൻപ് ഒരു 2022 വരെ ഗ്രാഫ് മുകളിലോട്ടായിരുന്നു, ഇപ്പോൾ സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ബേസിക്കായിട്ട് കുട്ടികൾക്കും നമ്മളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങൾ പാലിക്കാത്തതാണ് ഈ അപകടങ്ങളുടെ എല്ലാം കാരണം. ബേസിക്കായിട്ടുള്ള നിയമങ്ങളാണ്. നമുക്ക് പഠിച്ചിട്ടുണ്ട്, കീപ്പ് ലെഫ്റ്റ് വാഹനം ഓടിക്കുമ്പോൾ, നടക്കുമ്പോൾ വലതുവശത്തുകൂടെ നടക്കുക. എത്ര പേര് കീപ്പ് ലെഫ്റ്റ് പാലിക്കുന്നുണ്ട്? വണ്ടി ഓടിക്കുന്നവർ. നമ്മുടെ മനസ്സിലാക്കി വെച്ചേക്കുന്ന കീപ്പ് ലെഫ്റ്റ് എന്താ? റോഡിൻ്റെ നടുക്കുള്ള വരയുടെ ലെഫ്റ്റിൽ ഓടിക്കുക എന്നുള്ളതാണ്. അതല്ല, ഇടത് ലൈനിനോട് ചേർന്ന് ഓടിക്കുക എന്നാണ് കീപ്പ് ലെഫ്റ്റ്. നടക്കുമ്പോൾ എവിടെയാണ് നടക്കണ്ടേ? റൈറ്റ് ലൈനിൽ. അത് നിരന്ന് നടക്കാതിരിക്കുക. അതേപോലെ തന്നെ വഴി നൽകുക, ഗീവ് വേ എന്നൊരു തത്വം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതും പാലിക്കുന്നില്ല ആരും. അപ്പോൾ ചെറു കുട്ടികളെ നമ്മൾ പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് പർപ്പസ് ഓഫ് ലൈഫ്. സ്ട്രെസ്സായിട്ട് ജീവിച്ച് നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കരുത്. വലിയവരാവട്ടെ ചെറിയവരാവട്ടെ, ഫുൾ ടൈം സ്ട്രെസ്സാണ്. എന്തിനാണ്? ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. വിദ്യാർത്ഥികളിൽ അച്ചടക്കബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഉണർത്തി. അറഫ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പറയാൻ പറ്റില്ല സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ. അതറിയണമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മൊബൈൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. നിങ്ങൾ മക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി നോക്കണം. ഇവിടെ മുഴുവൻ ലേഡീസാണ് വന്നിരിക്കുന്നത്. ബാക്കി മുഴുവൻ എവിടെയാണ്? ഗൾഫിലാണ്, അല്ലേ? അച്ഛനൊക്കെ ഗൾഫിലായിരിക്കും, ബാക്കി മുഴുവൻ ലേഡീസാണ്. ഇതാണ് പ്രശ്നം. അപ്പോൾ അനാവശ്യമായിട്ട് നിങ്ങൾ ഒരു സാധനം നിങ്ങൾ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടൂ. അത് മാത്രം അവർ ചോദിക്കാൻ പാടും. അത് മാത്രമേ അവർ ആഗ്രഹിക്കാനും പാടും. വേറെ ഒന്നും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കരുത്. അതറിയണമെങ്കിൽ നമ്മുടെ വരുമാനം എന്താണ്? നമ്മുടെ മക്കളറിയണം. അച്ഛൻ്റെ വരുമാനം എന്താണ്? അമ്മയുടെ വരുമാനം എന്താണ്? നമ്മൾ മക്കളെ അറിയണം. അതിനനുസരിച്ച് മക്കൾ ജീവിക്കാൻ പാടുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. വിദ്യാഭ്യാസം മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? കഷ്ടപ്പെട്ട് പഠിക്കാൻ പിള്ളേർ. ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതുപോലൊരു ഓഡിയൻസാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നിങ്ങളോടാണ് കൂടുതൽ പറയേണ്ടത്. ഇത് കൃത്യമായി കാണിക്കണമെങ്കിൽ വീഡിയോ ഇട്ട് പ്രസൻറ്റ് ചെയ്യണം. ഇത് പറയുമ്പോൾ മൊബൈൽ ഫോണിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ സുഹൃത്തുണ്ട്, തലശ്ശേരിയിലൊക്കെ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ച് വൈകുന്നേരം 5 മണിയായിട്ടും ഇടയ്ക്ക് വന്നില്ല, വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ക്ലിയർ ആവുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ട്രഷറർ PM അബ്ദുൽ ലത്തീഫ്, ജോയിന്റ് സെക്രട്ടറി NV സുലൈമാൻ, അഡ്മിനിസ്ട്രേറ്റർ റഷീദ് ഫൈസി, സൂപ്പർവൈസർ ഷീബ അസീസ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ വസന്തമാധവൻ സ്വാഗതവും KG സ്പെഷ്യൽ ഓഫീസർ നിഞ്ചമ നന്ദിയും പറഞ്ഞു. സമ്പൂർണ്ണമായി സ്വീകരിച്ച ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമുകളിലേക്കാണ് പുതിയ വിദ്യാർത്ഥികൾ പ്രവേശിക്കുന്നത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക് CCV.